നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ചുള്ള മരണം 1000 കടന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ലോക ജനത. മാത്രമല്ല, വൈറസ് വലിയ ഭീഷണിയാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചും കഴിഞ്ഞു. WHO വിദഗ്ധ സംഘം രോഗവ്യാപനത്തെ പറ്റി പഠിക്കുന്നതിനായി ചൈനയിൽ എത്തുകയും ചെയ്തു. എന്നാൽ ലോക ബാങ്ക് എടുത്ത തീരുമാനമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ബാധയിൽ തകർന്ന ചൈനയുടെ സാമ്പത്തിക രംഗത്തെ രക്ഷപ്പെടുത്തുവാൻ പുതിയ വായ്പകൾ അനുവദിക്കില്ല എന്നാണ് ലോകബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാങ്കേതിക സഹായങ്ങൾ നൽകാമെന്നും എന്നാൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന് വിചാരിക്കേണ്ടെന്നും ലോകബാങ്ക് പ്രസിഡന്റായ ഡേവിഡ് മൽപാസ് പറയുകയും ചെയ്തു. ചൈനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്പാദ്യമുണ്ട്. അതിനാൽ അവർക്ക് തന്നെ തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്താനാകും. ലോകബാങ്ക് ഫണ്ട് നൽകേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കൊറോണ വൈറസ് ഭീഷണി നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ചൈനയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻപിങ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ചൈനയിലെ സാമ്പത്തിക വളർച്ച 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. വൈറസ് വ്യാപനം രൂക്ഷമായതോടുകൂടി ചൈനയിലെ ഓഹരി വിപണികൾ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആഗോള കമ്പനികളും ചെറുകിട കമ്പനികളും ഉൾപ്പെടെ ആഴ്ചകളായി പ്രവർത്തനരഹിതവുമാണ്. ഹോട്ടലുകളും വ്യാപാര ശൃംഖലകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പലയിടത്തും വാഹന ഗതാഗതവും നിലച്ചിരിക്കുന്നു. ഇത് ചൈനീസ് വിപണിയെ ആകെ ബാധിച്ചിട്ടുമുണ്ട്. ഇപ്പോഴത്തെ സ്തംഭനത്തിന്റെ ഫലം വരും നാളുകളിലായിരിക്കും ചൈന അനുഭവിക്കുക എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വൈറസ് വ്യാപനം നിയന്ത്രിക്കാനുള്ള ചില നടപടികൾ സാമ്പത്തിക മേഖലയെ തകർക്കുമെന്ന് ഫെബ്രുവരി 3 നടന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഷി ജിൻപിങ് മുന്നറിയിപ്പ് നൽകിയത്. കൂടുതൽ നിയന്ത്രണ നടപടികൾ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ചൈനയിൽ നിന്നുള്ള കാർഷിക കന്നുകാലി ഇറക്കുമതിയിൽ കൊറോണ വൈറസ് പരിശോധന വേണമെന്നാണ് DPQS, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ കാന്റീൻ ആൻഡ് സ്റ്റോറേജ് ഡയറക്ടറേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത്. കൊറോണ വൈറസ് ബാധയിൽ അപകടകരമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ചരക്ക് ഇറക്കുമതി വിശദമായി പരിശോധിക്കണം. ഇറക്കുമതി ക്ലിയറൻസിന്റെ മുമ്പായി സാമ്പിളുകൾ ലബോറട്ടറിയിൽ സൂക്ഷിക്കണം. ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ചൈനയിൽ ഇതിനോടകം ഏറ്റവും പുതിയ വിജ്ഞാപനത്തിൽ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയെ നിരോധിക്കുന്നില്ല. പകരം കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വിളയ്ക്കും കന്നുകാലി പരിസ്ഥിതി വ്യവസ്ഥയ്ക്കും കീടമായി മാറിയേക്കാവുന്ന വൈറസിന്റെ അംശം കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്ലാന്റ് ഹോസ്റ്റർ വൈറസ് നിഷേധിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുവഴി ചൈനയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഗവേഷകരുടെ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.